സഖാഫിന്ന് കാത്തിരിപ്പാണ്, മാരൻ സമത് സഖാഫിന്ന് കാത്തിരിപ്പാണ്. റുസ്തമോൾ റുസ്തമോൾ റുസ്ത റുസ്ത റുസ്തമോൾ 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 റുസ്ത റുസ്ത റുസ്തമോൾ. മംഗല്യത്തറവാട്ടിൽ ഇന്ന് മംഗല്യമാണ്, മംഗല്യത്തറവാട്ടിൽ ഇന്ന് മംഗല്യമാണ്. പല കാണാത്ത കാഴ്ചകൾ ഇന്ന് സമത് കാണിക്കും, പല കാണാത്ത കാഴ്ചകൾ ഇന്ന് സമത് കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. നമസ്കാരം. ഈ വരികള് ഞാനും സിദ്ദീഖും ഒന്നും ഉണ്ടാക്കി പാടിയതല്ല. ഇന്നലെ ഒരു സഖാഫിയുടെ കല്യാണത്തിന് സഖാഫിയുടെ സുഹൃത്തുക്കള് അത്രയും പേര് നിറഞ്ഞിരിക്കുന്ന വേദിയിൽ ആലപിച്ച പാട്ടാണ്, അല്ലെങ്കിൽ ബുറുദയാണ്. 18 വയസ്സിന് മുകളിൽ കേൾക്കാവുന്ന കമ്പിപ്പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഞാൻ ചിന്തിച്ചത് അതല്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ പെടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പയ്യന്മാരൊക്കെ കല്യാണങ്ങൾക്ക് വേലത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് പലരും. പക്ഷേ ഇത്രയൊന്നും മതപ്പതിച്ച രീതിയിലൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചിലപ്പോൾ പടക്കം പൊട്ടിക്കുകയും അല്ലെങ്കിൽ അവരെ റോഡിൽ കൂടി ആനയിച്ചുകൊണ്ടൊക്കെ പോകും. തീർച്ചയായും തെറ്റ് തന്നെയാണ്. പക്ഷേ അപ്പോഴും മുസ്ലിയാക്കന്മാരൊക്കെ മൈക്ക് കെട്ടിയിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രസംഗവും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വെള്ളയും ഇട്ട് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സഖാഫിമാര് അവിടെ ഈ ബുറുദ ആലപിച്ചത്? ബുറുദ ഹലാലാണെന്ന് പറഞ്ഞിട്ടല്ലേ ബുറുദ മജ്ലിസ് എന്ന് സംഘടിപ്പിക്കുന്നത്? ആ ബുറുദ മജ്ലിസിൽ ഇതാണോ പാടേണ്ടത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പയ്യന്മാരാണ് ഇങ്ങനെ, പയ്യന്മാർ സത്യത്തിൽ ഇത്രയും വിവരം ഇല്ലാതെ പാടത്തില്ല. അതായത് കുഞ്ഞു കുട്ടികൾ ഇരിക്കുന്ന സദസ്സിൽ അവൻ പറയാണ് കാണാത്ത കാഴ്ചകൾ സമത് കാണിച്ചു കൊടുക്കുമെന്ന്. എന്തൊരു ലോകോടെ ഇത്! സമത് കാണിക്കും, കേൾക്കാത്ത കിസ്സകള് അവള് പാടുമെന്ന്. എന്തിനാണ് റുഷിത കേൾക്കാത്ത കിസ്സ കേൾപ്പിച്ചു കൊടുക്കും. എന്തൊരു ലോകോടെ എന്റെ പൊന്നെ! എന്നിട്ട് സമുദായത്തെ പറയിപ്പിക്കാനായിട്ട് വെള്ളയും ഇട്ട് നടക്കുന്ന എല്ലാരും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, എല്ലാ വെള്ളയും ഇട്ടവരല്ല. സമുദായത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തെ വളരെയധികം പല പ്രവർത്തനങ്ങളിലും സമുദായത്തിന്റെ പേര് വലിച്ചഴിക്കുന്ന ചില വെള്ളയും ഇട്ട കുറച്ച് മുസ്ലിയാക്കന്മാർ എന്ന് തന്നെ പറയാം. എല്ലാവരും ഇല്ലാന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സഖാഫിയുടെ കല്യാണം കൊണ്ട്, സഖാഫിയുടെ കല്യാണം ആയതുകൊണ്ട് സഖാഫിയുടെ ഡെപ്സി ഒരു പാട്ട് പാടി അത് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഏറ്റുപാടിയാൽ അത് ഹറാമാണ്, ഹറാമായ കാഴ്ചകളാണ് നിങ്ങൾ കേൾക്കുന്നത് കാണുന്നത് എന്ന് മൈക്ക് കെട്ടി പാടുന്ന മുസ്ലിയാക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ ഈ സഖാഫിമാർ ഈ പാട്ട് പാടിയ സഖാഫിമാർക്കെതിരെ നിങ്ങൾക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? ഞാൻ എക്സ്ട്രാ പെർഫെക്റ്റ് ഒന്നുമല്ല, ഒരിക്കലും അല്ല. ഞാനും 18+ ചിലപ്പോ കാണാം, കേൾക്കാം, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാലും ഞാനിവിടെ പറഞ്ഞത് നല്ല പവിത്രമായ ഒരു നിക്കാഹ് വേളയില് പവിത്രമായ ഒരു ബുറുദ മജ്ലിസിനെ ആഭാസം കൊണ്ട് നിറച്ചത് കൊണ്ടും ഈ വേശ്യധാരികളുടെ പ്രവർത്തനത്തെയുമാണ് ഞാനിവിടെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചത്. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു സാധാരണപ്പെട്ട ഒരു കൂട്ടത്തിലുള്ള ആളുകളാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ സമുദായത്തിലെ മത നേതാക്കന്മാരെത്തിയനെ എന്നുള്ളൊരു വിഷമം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.